നമസ്കാരം. ചൈതന്യത്തിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. രാജ്യത്ത് ഇലക്ഷൻ കഴിഞ്ഞു, പുതിയ പരിവർത്തന യോഗങ്ങൾ അതാത് മേഖലയിൽ ഉണ്ടാകുന്ന കാൽവയ്പ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ തരത്തിലും എല്ലാ മേഖലയിലും അതിൻ്റെതായിട്ടുള്ള ഒരു പുത്തൻ ഉണർവ് വരുന്ന ഈ വേളയിൽ നമുക്ക് ഓരോരുത്തരുടെയും നമ്മുടെ രാജ്യസ്ഥിതി ഫലങ്ങൾ തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ടാകും. അതിൽ മേടൻ രാശിക്കാരെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ പോലെ ഓഹരി വിപണിയായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നു, ക്രയവിക്രയമോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനോ അല്ലെങ്കിൽ എൻ്റെ മാർക്കറ്റിംഗ് നല്ലൊരു ഉയർച്ച നേട്ടം വരാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പൊതുമേഖലയിലേക്ക് പോകുന്നതിന് ഈശ്വരാധീനം അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. അതെല്ലാ രാശിക്കാർക്കും കൊണ്ട്, പ്രത്യേകിച്ച് മേടൻ രാശിക്കാരുടെ ഇതിൽ പറഞ്ഞത് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ പലപ്പോഴും നമ്മളെ വരയ്ക്കാറുണ്ട്, ബുദ്ധിമുട്ടിക്കാറുണ്ട്, നഷ്ടപ്പെടുത്താറുണ്ട്. ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ നിക്ഷേപിക്കാൻ താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് നല്ല സമയമാണ് വരുന്ന ചിങ്ങമാസം വരെ. ഗൃഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂല സമയം. വസ്തു ഇടപാടുകൾ, അതായത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് നല്ല മാറ്റമുണ്ടാകും. മുടങ്ങിക്കിടക്കുന്ന ഇടപാടുകൾ നടക്കാനുള്ള ദൈവാധീനം കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബാങ്ക് വായ്പ തുടങ്ങിയുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുന്നത്, തിരിച്ചടവിൻ്റെ കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ടുന്നവർക്ക് സാവകാശം ലഭിക്കുകയും അതനുസരിച്ചിട്ട് കുറച്ച് സാമ്പത്തിക കാര്യങ്ങൾ കണ്ടെത്തി നമുക്ക് അടവുകൾ അടയ്ക്കാനുള്ള തവണകൾ ഇതെല്ലാം കുറച്ച് ഡിസ്റ്റൻസ് ഗ്യാപ്പ് നമുക്ക് കിട്ടാനുള്ള അനുവാദം നമ്മൾ ശ്രമിച്ചാൽ അനുകൂലമായിട്ട് കിട്ടും. വിഘ്നേശ്വരന് തടസ്സങ്ങൾ വരാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വിഘ്നേശ്വരന് കറുകമാല 3 വ്യാഴാഴ്ച ഭഗവാന് സങ്കല്പിച്ച് ചാർത്തി നാളികേരം ഉടയ്ക്കുന്നത് വളരെ നല്ലതാണ്. കാർത്തിക മുക്കാൽ രോഹിണി മകയിരക്കര ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത്, സഹായിക്കുന്നത്, കൂടെ പോകുന്നത്, സഹകരിക്കുന്നത് അവർക്ക് വളരെ ഗുണം ചെയ്യും. സ്വന്തം കാര്യത്തിൽ ഡിലേ ആകും, സാമ്പത്തിക നഷ്ടം ഉണ്ടാകും, വലിയ പ്രയാസങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇവിടെ സഹായം മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്തൊന്നും കിട്ടുകയില്ല. നമ്മളില്ലാത്ത സമയം ഉണ്ടാക്കി, ഇല്ലാത്ത പൈസ ഉണ്ടാക്കി അവർക്ക് വേണ്ടി പോകുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങൾ വീട്ടിനകത്ത് അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. സ്വന്തം കാര്യം മാറ്റിവെച്ച് പോകുന്നതിനെ ചൊല്ലിയിട്ടുള്ള പ്രശ്നങ്ങൾ ഇത് നമ്മളായിട്ട് തന്നെ പരിഹരിച്ച് പോയേ പറ്റും. രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്ക് ഒരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം എന്നുള്ള രീതിയിൽ അവസ്ഥാവിശേഷം ഉണ്ടാകാൻ പാടില്ല. ഒരു നാടകം കണക്കെയുള്ള ജീവിതത്തിൽ ഒരു സന്തോഷം തിരിച്ചു വരണമെങ്കിൽ നമ്മുടേതായിട്ടുള്ള കാര്യത്തിൽ നമ്മൾ ഇറങ്ങി ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലുകൾ ചെയ്തേ പറ്റും. ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലും ഉറങ്ങുന്ന കാര്യത്തിലും എല്ലാവരും വീട്ടിനകത്തുണ്ട്, പക്ഷെ പരസ്പരം നോക്കാൻ പോലും സമയമില്ല. ഈ അവസ്ഥാവിശേഷം മാറണമെന്നുള്ളതാണ് രത്നച്ചെടുത്തത്. ഇവിടെ ഈ ശനിയുടെ മൗഢ്യബന്ധനമാണ് ഒരു പരിധിവരെ ഈ വക പ്രശ്നങ്ങളുണ്ടാക്കുന്നത്. അധിക ചെലവുകൾ വന്നുകൊണ്ടേയിരിക്കും. പ്രതീക്ഷിക്കാത്ത രീതിയിൽ രോഗദുരിത ചികിത്സകൾ, അത് വലുതായിട്ടുള്ളതല്ലെങ്കിലും മരുന്ന് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ മാറി മാറി ഓരോ പിടലി വേദന, തൊണ്ടവേദന, ദഹനത്തിന്റെ പ്രശ്നം, ഇങ്ങനെ ഓരോ തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് വൈറസ് മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾ, അത് പനി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിരന്തരം മാറി മാറി വന്നുകൊണ്ടേ വളരെ കരുതൽ, ശ്രദ്ധ ആവശ്യമുള്ള ഒരു 3 മാസമാണ്. പ്രത്യേകിച്ച് കർക്കിടകം വരെ ശ്രദ്ധിക്കുക. ഇവിടെ ശനിക്ക് വേണ്ടിയിട്ട് ആ ദോഷങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അഷ്ടനീരാഞ്ജനം ചെയ്യുന്നത് ഉചിതമാണ്.
അത് 8 ശനിയാഴ്ച ശാസ്താക്ഷേത്രത്തിൽ എള്ളുകിഴി നീരാണ്. അതിൻ്റെതായുള്ള ഈശ്വരാധീന മാറ്റം നമുക്ക് അനുകൂലമായിട്ട് വരും. മകയിരത്തിലെ തിരുവാതിര പുണർവത്തിൽ മുക്കാൽ മിഥുന രാശി. മിഥുന രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ വരെ കാര്യങ്ങൾ വലിച്ചഴക്കേണ്ട ചില പ്രശ്നങ്ങൾ വന്നുകൂടായികയില്ല. അത് മുമ്പ് ഉണ്ടായിട്ടുള്ള കാര്യത്തിലായിരുന്നാലും നമ്മൾ മറ്റാർക്ക് വേണ്ടി ഇടപെട്ടാലും ശരി തന്നെ ആ നെഗറ്റീവ് വരാനുള്ള സാധ്യത കൂടുതലാണ്. സ്വല്പം കരുതൽ, ശ്രദ്ധ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സ്ഥലം മാറ്റം, പ്രമോഷൻ തുടങ്ങിയുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും. ചില കോക്കസിന്റെ കളിയെന്നോ ശത്രുദോഷമെന്നോ ഇടപെടൽ പൊളിറ്റിക്സിന്റെ ഭാഗത്തുനിന്നോ ഒക്കെ കൊണ്ടാകാൻ നമ്മൾ ബലിയാടാകാനുള്ള സാധ്യത കൂടുതലായിട്ടും വരുന്നത്. അത് ഒഴിവാക്കും. ചിലപ്പോൾ നിയമപ്രശ്നത്തിൽ കൂടി ഈ കാര്യങ്ങൾ പരിഹരിക്കേണ്ട സാധ്യതയും വരാം. അങ്ങനെയാണെങ്കിൽ കോടതി നടപടികളിലേക്ക് അല്ലെങ്കിൽ വക്കീൽ നോട്ടീസ് തുടങ്ങിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ മുന്നിട്ടിറങ്ങേണ്ടി വരും. കാരണം ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മൾ ബലിയാടാകുന്ന സ്ഥിതിവിശേഷം അത് വരാൻ പാടില്ല. ഇവിടെ ഈശ്വരാധീനത്തിന് വേണ്ടി മഹാസുദർശന യന്ത്രം ദേഹരക്ഷയിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. തിരുവാതിര, മകയിരം, ഉത്രട്ടാതി ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള വിവാഹ പ്രപ്പോസലുകൾ നല്ല ജാതകപ്പൊരുത്തം ഉണ്ടെങ്കിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ചില പ്രശ്നങ്ങളിൽ ഭാവിയിൽ അത് ദോഷമായിട്ട് വരും. പുണർത്തിൽ കാൽ പൂയമായില്യം കർക്കടക രാശി. ഗുണകരമായിട്ടുള്ള മാറ്റത്തിന്റെ സമയമാണ്. ഗൃഹത്തിലെ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ, അതിൻ്റെ നിർമ്മാണ വേളയിൽ ഉണ്ടായിട്ടുള്ള തകർച്ചയോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട എന്നുള്ള വീട് വിൽക്കണമോ വേണ്ടിയോ എന്നുള്ള ചിന്തയോ, ഇത് വാസ്തുദോഷം പരിഹരിച്ച് മുന്നോട്ട് പോയാൽ പറ്റും. ഇതിന് വാസ്തുപൂജ ഗൃഹസ്ഥാനത്ത് ചെയ്യുക. ആ ശാപപാപ ബന്ധന ദോഷങ്ങളുണ്ടെങ്കിൽ അതോടുകൂടി മാറി കാര്യങ്ങൾക്ക് നമുക്ക് ആ ഗൃഹത്തിലൊരു ലക്ഷ്മി സാന്നിധ്യം അനുകൂലമാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. മകം, പൂരം, ഉത്രത്തിക്കാല്, ചിങ്ങരാശി. ഈശ്വരാധീനം വളരെ അനുകൂലമായിട്ടുണ്ട്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ വളരെ കരുതൽ വേണം. അല്ലെങ്കിൽ അത് നമ്മളെയും കൂടെ ബാധിക്കുന്നത്, പ്രത്യേകിച്ച് ജാമ്യം നിൽക്കുന്ന കാര്യത്തിൽ, വായ്പാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ പെട്ടുപോകുന്ന സ്ഥിതിവിശേഷം. ഒടുക്കം നമ്മൾ അതിന് സമാധാനം പറയുകയും അല്ലെങ്കിൽ ദുഃഖിക്കേണ്ട അവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ചില കാര്യത്തിൽ നിൽക്കാതിരിക്കാനും പറ്റില്ല, അത് സത്യമാണ്. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യങ്ങൾ നമുക്ക് വന്നുകൂടായികയില്ല. കഴിയുന്നത് ഒഴിവാക്കുന്നത് ബുദ്ധിയാണ്. രണ്ടാമത് പ്രധാനപ്പെട്ട കാര്യം, വിദേശത്ത് പോവാനുള്ള തൊഴിൽ മേഖലയിലോ ബിസിനസ് മേഖലയിലോ ജോബ് വിസയായിട്ടോ അല്ലെങ്കിൽ വിസിറ്റിംഗ് എടുത്ത് പോകാനോ സാധ്യത തേടുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയം. അതോടൊപ്പം അവിടെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില പ്രശ്നങ്ങളിൽ ഉദ്ദേശിക്കുന്ന സാമ്പത്തിക മെച്ചം ഉണ്ടാകാതെ കളഞ്ഞിട്ട് വഴണോ വേണ്ടേ എന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു 3 മാസം കൂടെ വെയിറ്റ് ചെയ്യാൻ സാധിച്ചാൽ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും. അമൃത തൃശൂരിനി കവചിത മന്ത്രം ദേഹരക്ഷയിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുറച്ച് സാമ്പത്തിക അധിക ചെലവുകൾ വന്നുകൂടായി, പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചെലവുകൾ. അതിന് ഒരു കരുതൽ ഉണ്ടായാൽ ദുഃഖിക്കേണ്ടി വരില്ല. കാരണം ഈ മാസശമ്പളക്കാരെ സംബന്ധിച്ചോളം, ദിവസ ശമ്പളക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ 20-ാം തീയതി കഴിയുമ്പോഴത്തേക്ക് പ്രശ്നങ്ങളാണ്. ഒന്നിന് പുറകെ ഒന്നായിട്ട് തുടങ്ങും. പിന്നെ അവിടുന്ന് ഇവിടുന്ന് മറിക്കുന്ന തിരിക്കുന്ന അവസ്ഥ. അത് ഇനിയും ഒഴിവാക്കിയെടുത്തേ പറ്റും. ഉത്രത്തി മുക്കാല്, അത്തം, ചിത്തിരത്തര, കന്നിരാശി. ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ ആഗ്രഹ നിവൃത്തി വരാതെ ദുർമരണപ്പെട്ട ആത്മാക്കളുടെ ശാപപാപം കുടുംബത്തിൽ ഉണ്ടായിരുന്നത്, അതിൻ്റെതായിട്ടുള്ള കർമ്മഭാവങ്ങൾ കൃത്യയോടെ അത് ആകാതെ നിൽക്കുന്ന, അതിന് പരിഹാര പ്രായച്ചിത്തം ചെയ്യും. തിരുവല്ലത്തോ തിരുനെല്ലിയിലോ തിരുമുല്ലവാരത്തോ വർക്കലയിലോ അങ്ങനെയുള്ള സ്ഥലത്ത്
തിലഹോമം ചെയ്യുന്നത് വളരെ വലുതായി. തിലഹോമം ചെയ്ത് ഒരു 3 തവണയെങ്കിലും തിലഹോമം ചെയ്തു കഴിഞ്ഞാൽ ഈ കുറവുകൾ പരിഹരിച്ച് പിതൃക്കളുടെ അനുഗ്രഹം നമുക്ക് അനുകൂലമാവും. ഇതുകൂടെ നിവർത്തി കിട്ടാതെ സായുജ്യം, മുക്തി, മോക്ഷം കിട്ടാതെ ഇരിക്കുന്ന ആത്മാക്കളുടെ കാര്യത്തിൽ തിലഹോമത്ത് ഒരു ത്രിശുദ്ധി ആവുക ഗുണം നമുക്ക് കൂടുതലായിട്ടുണ്ട്. നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾക്ക്, വിവാഹം, മറ്റു കാര്യങ്ങൾക്ക് ഈ വക പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന തടസ്സങ്ങൾ മാറി മുന്നോട്ട് പോകാനുള്ള വഴി തെളിയും. ചിത്തിരത്തര, ചോതി, വിശാഖത്തി, മുക്കാൽ തുലാം രാശി. തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുടെ നിസ്സഹരണം നമ്മളെ വല്ലാതെ വരും. സംഘടന, പ്രസ്ഥാനം തുടങ്ങിയിട്ടുള്ള മേഖലയിൽ നിൽക്കുന്നവർക്ക് ചുമതല ഒഴിയേണ്ട സാഹചര്യം വരും. പക്ഷെ ചില ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നവർ പുറംതിരിഞ്ഞ് നിൽക്കുന്ന വേദനയും നമ്മൾ നേരിൽ അനുഭവിക്കേണ്ടി വരും. ഇതേ സമയം തന്നെയാണ് ചില ഫ്രണ്ട്ഷിപ്പുകൾ, അത് അഫെയറാകാം, എന്ത് കാര്യമാകും, ആത്മാർത്ഥമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കപ്പ് ആവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ചില തെറ്റിദ്ധാരണ മൂലം മറ്റാരെങ്കിലും നുണയും പാരവയ്പും എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങളിലോ നമ്മൾ വിട്ടുപോകുന്ന സാഹചര്യമാണ് കാണുന്നത്. ഇവിടെ കുറച്ച് സഹനശക്തിയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. പെട്ടെന്ന് മൊബൈൽ ബ്ലോക്ക് ചെയ്യുക, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതിലൊന്നും നമ്മൾ നമ്മുടേതായിട്ടുള്ള മാർഗങ്ങൾ പിന്തിരിയരുത്. മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലരെ പഠനത്തെ ഇത് ബാധിക്കും, ചിലരെ ജോലിയെ ഇത് ബാധിക്കും, ചിലരെ സാമ്പത്തിക കാര്യത്തെ ഇത് ബാധിക്കും, ചില വീട്ടിൽ ഭക്ഷണത്തെയും ഉറക്കത്തെയും വരെ ബാധിക്കും. ഈ ബന്ധം, സ്നേഹബന്ധം വീണ്ടും തിരിച്ചു വരാൻ സ്വല്പ സമയമുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിക്ക്, മുരുകസ്വാമിക്ക് പാലഭിഷേകം അത് നമ്മൾ നേരിട്ട് തന്നെ പോയി 7 വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള കാര്യമാണ്. കാരണം ആ സത്യം, നീതി, യാഥാർത്ഥ്യം ഇത് തിരിച്ചറിഞ്ഞ് ആ ബന്ധങ്ങൾ തിരിച്ചു വരണം. വിശാഖത്തിക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ അറിഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ കൂട്ടു നിൽക്കേണ്ട സാഹചര്യങ്ങൾ വന്നുകൂടായികയില്ല. പ്രത്യേകിച്ച് പ്രസ്ഥാനത്ത് നിൽക്കുന്ന, പൊളിറ്റിക്സ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ഇത് ദോഷകരമായിട്ട് വരും. വസ്തു സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് നടന്നെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഗുണപ്പെടുമെന്ന് പ്രതീക്ഷിച്ചത് നടക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. അത് കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, തർക്കങ്ങൾ മാറി സെറ്റിൽമെന്റിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാം വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഡിവോഴ്സായി അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ മരിച്ചു, ഇനി ഒരു ജീവിതം വേണോ വേണ്ടയോ, അതിൻ്റെ തീരുമാനം ശരിയായ ദിശാബോധത്തോടു കൂടി എടുക്കണം. നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് യോജിച്ചു പോകുന്ന ഒരു നല്ല ബന്ധം വരാനും നടക്കാനുമുള്ള യോഗം കാണുന്നുണ്ട്. അതിന് നമ്മുടെ ആവശ്യം നമ്മൾ തന്നെ അതിന് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണമെന്നുള്ള യാത്ര. ഇവിടെ ലക്ഷ്മി സ്വയംവര ചക്രം തന്നെ ഗൃഹത്തിൽ വെച്ച് 11 ദിവസം നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് ഈ വക തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ. കാരണം ഒരു അനുഭവം ഉണ്ടായി, വീണ്ടും രണ്ടാമത്തെ അനുഭവത്തിലേക്ക് നമുക്ക് വരുമ്പോൾ ബുദ്ധിമുട്ട്, പ്രശ്നങ്ങൾ ചിന്തിച്ചു പോകും. ലക്ഷ്മി സ്വയംവര യന്ത്രം വളരെ വളരെ. മൂലം, പൂരാടം, ഉത്രാടത്തിക്കാല് ധനു രാശി. ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ ധർമ്മം, അർത്ഥം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ അർത്ഥം എന്ന് പറയുമ്പോൾ വേറൊരു രീതിയിൽ സാമ്പത്തികമാണ്. ഈ ധർമ്മം എന്ന് പറയുമ്പോൾ അത് ലോക നിയമമാണ് ധർമ്മം. അപ്പൊ സാമ്പത്തിക കാര്യത്തിന് വേണ്ടിയിട്ട്, അർത്ഥകാര്യത്തിന് വേണ്ടി ധർമ്മത്തിന് നമുക്ക് പണയം വയ്ക്കാനോ മറക്കാനോ പാടില്ല. അപ്പൊ അവിടെ സത്യം എന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. സ്വന്തം ഉപബോധ മനസ്സ് പലതിനും സമാധാനം കണ്ടെത്തി നമ്മളെ ചെയ്യാൻ പ്രേരിപ്പിക്കും. ഈ ഉപബോധ മനസ്സിനെ അടിച്ചമർത്തലാണ് കർമ്മം. അപ്പൊ ആ കർമ്മഭാവത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണമെങ്കിൽ ഗുരുത്വം വേണം. അപ്പൊ ആ ഗുരുത്വം നമുക്ക് ഇവിടെ കിട്ടണമെങ്കിൽ ഈശ്വരാധീനം വേണം. ഇതെല്ലാം പരസ്പരം കണക്റ്റഡാണ്. അപ്പൊ ഈ ഗുരുത്വം ഇല്ലാതെ ഇരിക്കുമ്പോൾ എല്ലാത്തിനും നമുക്ക് നഷ്ടമുണ്ടാവും, തോൽവിയുണ്ട്. എവിടെയാണോ സബ്മിഷൻ ഉണ്ടാകുന്നത് അവിടെ വിജയം ഉണ്ടാകും. അപ്പൊ ആ ഗുരുത്വത്തിന്റെ ഒരു ഏകീകരണം ഉണ്ടാക്കുന്നത് ദൈവാധീനം.
അവരവരുടെ ഈശ്വര ചിന്തകള്, പ്രാർത്ഥനകള് എപ്പോഴാണോ മാറ്റി വെച്ചിട്ടുള്ളത് അവിടെയെല്ലാം ഇത് നമ്മളെ മനസ്സിനെയും സ്വഭാവത്തെയും പ്രവൃത്തിയും സന്തോഷത്തെയും സാഹചര്യത്തെയും എന്തിനും സമ്പത്തിനെയും വരെ നമ്മളെ പുറകിലോട്ട് വരും. ഇത് മാറ്റിവെക്കും. പ്രത്യേകിച്ച് ധനുരാശിക്കാരിൽ ഇത് പറയാനുള്ള കാരണം നമ്മൾ മുഖാന്തരം നമ്മുടെ കൂടെ നിൽക്കുന്നവരെയും ഇത് നെഗറ്റീവായിട്ട്, പ്രത്യേകിച്ച് വീട്ടിലത് കലഹം ഉണ്ടാകുന്നതല്ല, വീട് തന്നെ മാറണോ വേണ്ടെന്നുള്ളതല്ല, ഡിവോഴ്സ് വരെ വേണോ വേണ്ടെന്നുള്ളതല്ല, ഈ വക പ്രശ്നം. ഇവിടെ മഹാസുദർശന ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് 41 ദിവസം നെയ്വിളക്ക് വെച്ചു. സുദർശന മന്ത്രം ഉരുവിട്ട് നെയ്വിളക്ക് കത്തിക്കുന്നത് കുറച്ചുകൂടെ ഭംഗി, അതിൻ്റെ മാറ്റം. ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നു. ഇവിടെ സ്വന്തക്കാര് വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കാണും. പോലീസ് സ്റ്റേഷൻ, കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ വലിച്ചടക്കേണ്ട സാഹചര്യം 2 തവണ തട്ടിമാറി പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനിടയ്ക്ക് രാഹുബന്ധന ശാപദോഷം വന്നപ്പോൾ ഗൃഹത്തിലാണോ നമ്മുടെ സ്വന്തം സ്ഥലത്താണോ 2 തവണ സർപ്പം വന്ന് കയറുകയും മുമ്പ് ഒന്നിനെ തല്ലിക്കുന്ന ദോഷം, അത് പുറത്തുള്ളവർ ചെയ്താലും നമ്മളെ ബാധിക്കുന്നു. അതിനുള്ള പ്രായശ്ചിത്തം ചെയ്യും. നാഗപൂജ, ഐല്യപൂജ തുടങ്ങിയ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. അതോടൊപ്പം ഈ ശത്രുബന്ധന ദോഷം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരികയാണ്. ഇതിന് പ്രത്യേകിച്ച് അഘോര കവച മന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം. ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് മകരം രാശിക്ക് കാണുന്നത്. ഇവിടെ അശ്വതി, ആയില്യം, അതോടൊപ്പം അവിട്ടം, അതോടൊപ്പം തന്നെ തൃക്കേട്ട, ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള കല്യാണ പ്രപ്പോസലുകൾ ചിലപ്പോൾ ബന്ധുവഴി വന്നതായിരിക്കാം. പക്ഷെ അത് ആലോചിച്ച് നല്ല ചേർച്ച ഉണ്ടെങ്കിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ. കാരണം സന്താന ഭാഗ്യം ഡിലേ ആകാൻ 4 or 5 വർഷം ആയാലും ഒരു കുഞ്ഞിനെ കിട്ടാനുള്ള സാഹചര്യം അനുകൂലമായി നടക്കില്ല. അപ്പോൾ ആ പൊരുത്തത്തിൽ പ്രത്യേകിച്ച് സന്താനഭാവയോഗവും കൂടി കണ്ടെത്തി പോസിറ്റീവ് ആണെങ്കിൽ നടത്തുന്നതിൽ കുറവ്. മകരം രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ അധിക ചെലവുകൾ കുറച്ച് കൂടുതൽ വരുന്ന സമയമാണ്. കുറച്ച് കാര്യങ്ങൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറയും, അതുണ്ടെങ്കിലേ പറ്റും. ഇവിടെ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ആ സഹായിക്കുന്നതോടുകൂടി ഒരു വിരോധിയെ നമ്മൾ സമ്പാദിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതും കരുതൽ ഉണ്ടായിരിക്കുന്നത് ഇനിയുള്ള ജീവിതത്തിൽ നല്ലതാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചുള്ള ചില പ്രശ്നങ്ങൾ സ്കിൻ സംബന്ധമായിട്ടുള്ള ദോഷം, മനസ്സുമില്ലാതെ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഒരു 9 വയസ്സിന് മേല് 19 വയസ്സ് വരെയുള്ള കുട്ടികളുണ്ട്. ഈ സ്കിൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ കഴിഞ്ഞത് ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഉചിതമായി. വലിയ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ആയുർവേദ ട്രീറ്റ്മെന്റിൽ ഇത് ഒരു പരിധി വരെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. അവിട്ടത്തര, ചതയം, പുരുരുട്ടാതി, മുക്കാല്, കുംഭരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ എടുത്തു ചാടി തീരുമാനമെടുക്കുന്നത് ബുദ്ധിപൂർവമായിരിക്കില്ല. അതായത് ഈ ഉന്നത വിദ്യാഭ്യാസ കാര്യത്തിലാണ്, അത് നീറ്റ് എഴുതണോ അതല്ലെങ്കിൽ എൻട്രൻസിന് പോകണോ, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ. അത് ഇവിടെ വേണോ, ബാംഗ്ലൂർ വേണോ, എറണാകുളത്ത് വേണോ, ഡൽഹി പോകണോ, കാനഡയിൽ പോകണോ, UK പോകണോ, ഇങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ സിറ്റുവേഷൻ. ഇതിൽ പലരും ഉപദേശിക്കാനും നിർദ്ദേശിക്കണം, അതെടുക്കണോ ഇതെടുക്കണോ എന്നുള്ളത്. നമുക്കൊരു വ്യക്തമായിട്ടുള്ള തീരുമാനം ഉണ്ടായി. കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും പല മേഖലയിലേക്ക് പോകുമ്പോൾ നമുക്ക് ലോസ്, സമയമായിരുന്നാലും വിദ്യാഭ്യാസ വിജയത്തിന്റെ കാര്യത്തിലായിരുന്നാലും വരുന്നത് അനാവശ്യമായിട്ട് നമ്മൾ ചെന്ന് ചാടാൻ പാടില്ല, അത് ഒഴിവാക്കിയെടുക്കും. ഇവിടെ വിദ്യാരാജരാജേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുക, ശരിയായുള്ള ദിശാബോധം നമുക്ക് കണ്ടെത്തി മുന്നോട്ട് നമ്മുടെ ഡ്രീം ഡെസ്റ്റിനിയിലേക്ക് പോകാൻ. അവിടെയാണ് ശരിയായുള്ള ദിശാബോധ ഡിസിഷൻ എന്നുള്ളത് ആവശ്യമായിട്ടുള്ളത്. പുരുരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി, മീനം രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത്. പ്രവർത്തന മേഖലയിൽ നിന്ന് വ്യതിചലിച്ച് പാർട്ട് ടൈമായിട്ട് ബിസിനസ്സോ വേറെ തൊഴിലോ ചെയ്യാൻ ഉചിതമായിട്ടുള്ള സമയമാണ്. പിന്നെയോ
ഇവിടെയും ഭാവുക സ്ഥാനാധിപത്യ യോഗങ്ങൾ, അത് ഗൃഹത്തില് അടിക്കടി നെഗറ്റീവുകൾ ഉണ്ടാവുക, നെഗറ്റീവ് ലക്ഷണങ്ങൾ ഉണ്ടാകുക. ഇതുണ്ടെങ്കിൽ അത് ശ്രദ്ധയോടുകൂടി കൈകാര്യം. ഏതോ വലുതായിട്ട് വരേണ്ടതിൻ്റെ ലക്ഷണങ്ങൾ, അഗ്നിദോഷം ഉണ്ടാകുക, കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്ന. പിന്നെയോ വളർത്തു മൃഗത്തെ ബാധിച്ച് ചത്തുപോവുക. പക്ഷെ നമ്മളെ ബാധിക്കേണ്ട ദോഷമാണ് അത്തരത്തിൽ പോയി. നിരന്തരം ചില്ലുടയുക, പടത്തിൻ്റെയോ മുഖം നോക്കണതോ അലമാരുടെയോ ടീപ്പോയുടെ. അപ്പൊ ഈ ഉടഞ്ഞ ചില്ലുണ്ടെങ്കിൽ മാറ്റണം. ഈ വക അഗ്നിദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള പ്രായച്ചിത്തം ചെയ്യും. അത് അരി വടിക്കുമ്പോഴോ ചായ എടുക്കുമ്പോഴോ തിളച്ച വെള്ളം വീഴാനുള്ള അവസ്ഥയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിലും ശ്രദ്ധിക്കണം. അതിന് പ്രായച്ചിത്ത പരിഹാരമായിട്ട് ചതുർദ്രവ്യ ഉപചാര സമർപ്പണം ചെയ്യണം. കടുക്, കുരുമുളക്, എള്ള്, ചെറുനാരങ്ങ ഇത് ഉഴിഞ്ഞ് തലയ്ക്കൊഴിഞ്ഞ് ഒഴുക്ക് വെള്ളത്തിലോ സ്വൽപ്പച്ച മതിയാവും, ഓരോ പിടിവീതം മതിയാവും. പക്ഷെ അത് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള കാര്യമാണ്. പിന്നെയോ കിച്ചണില്, അടുക്കളയില് കൂർമ്മസ്ഥാലിക ഉപചാരം ചെയ്തു വെക്കുക. ഈ വക പ്രശ്നങ്ങൾ കൂടുതലും കിച്ചൺ അടുക്കള ഭാഗത്തു നിന്നാണല്ലോ വരുന്നത്. അത് കുറച്ചൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച. എല്ലാവർക്കും